വെൽക്കം ടു മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനൽ. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കണം എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ. പൗലോസിനെ കുത്തുവാനായിട്ട് സാത്താനെ അയച്ച ദൈവം ശരിക്കും വിശ്വാസികളുടെ പുറകെ സാത്താൻ്റെ പ്രവൃത്തി ദിവസവും ഉണ്ടോ? രോഗത്തിൽ കൂടിയും പ്രയാസത്തിൽ കൂടിയും സാത്താനാണോ നടത്തുന്നത്? ഇന്ന് ഈ കാഴ്ചപ്പാടാണ് ഇന്ന് നമ്മുടെ ചിന്തയിലേക്ക് വരുന്നത്. നമ്മൾ 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. ഇന്ന് ഇതിൻ്റെ അവസാന എപ്പിസോഡാണ്. ഇന്നോടുകൂടി ഇത് വൈൻഡപ്പ് ചെയ്യാണ്. പ്രധാനമായിട്ടുള്ള മെസ്സേജുകളാണ് പറഞ്ഞത്. വേർഡ് ബൈ വേർഡായിട്ടുള്ള സ്റ്റഡി നടത്തിയില്ല. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേ ഈ 12-ാം അധ്യായത്തിൽ പൗലോസിൻ്റെ ഒരു എക്സാമ്പിൾ കോട്ട് ചെയ്ത് പൗലോസ് തന്നെ പറയുന്ന കാര്യങ്ങളാണ്. കൊരിന്തിലെ ഉപദേഷ്ടാക്കന്മാരിൽ നിന്ന് തനിക്ക് ഔന്നത്യം വെളിപ്പെടുത്തുവാൻ കർത്താവിൽ നിന്ന് ലഭിച്ച ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറയുവാൻ തുനിയുകയാണ്. ദർശനങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും അലൗകികമായ കാഴ്ചകളാണ്. വെളിപ്പാടുകൾ ദർശനങ്ങളിലൂടെ കാണിക്കുന്ന സത്യങ്ങളെ പരാമർശിക്കുന്നു. ദർശനം കാഴ്ച ഉൾക്കൊള്ളുന്നു, വെളിപ്പാട് കാഴ്ച ഉൾക്കൊള്ളണം എന്നില്ല. കേൾവി മൂലവും സ്വപ്നം മൂലവും ഒക്കെ വെളിപ്പാടുകളാണ്. എല്ലാ ദർശനങ്ങളും പക്ഷേ വെളിപ്പാടുകളാണ്. എല്ലാ വെളിപ്പാടുകളും ദർശനങ്ങളല്ല. ഇത് പറയുന്നതിന് ബിബ്ലിക്കലായിട്ട് ദർശനത്തിനും ഒക്കെയുള്ള ബിബ്ലിക്കലായിട്ടുള്ള വേഴ്സസ് ഉണ്ട്. മത്തായി 17:9, ലൂക്കോസ് 1:22 എന്നുള്ള വാക്കുകളൊക്കെ ഉണ്ട്. പൗലോസ് ദർശനങ്ങളുടെ ഒരു പുരുഷനായിരുന്നു. പൗലോസിന് ഒരുപാട് ദർശനങ്ങളുണ്ടായിരുന്നല്ലോ. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം തൊട്ട് അവൻ്റെ ജീവിതത്തിൽ ദർശനങ്ങളാണ്. ദർശനത്തിൻ്റെ ഒരു മനുഷ്യനായിരുന്നു പൗലോസ് എന്ന് പറയാം. ഇതിൽ 12-ാം അധ്യായത്തിൽ തുടങ്ങുമ്പോൾ തന്നെ പ്രശംസയെക്കുറിച്ച് പറഞ്ഞിട്ട് കർത്താവിൻ്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറയാൻ പോകുന്നു എന്ന് പറഞ്ഞു. ക്രിസ്തുവിലൊരു മനുഷ്യൻ, അത് പൗലോസിനെ കുറിച്ചാണ് പറയുന്നത്. അത് 7-ാം വാക്യത്തിൽ അത് പറയുന്നുണ്ട്. അത് പൗലോസ് ആണെന്ന് തന്നെ പറയുന്നുണ്ട്. 14 സംവത്സരത്തിന് മുമ്പ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോട് എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. അപ്പോഴിവിടെ 14 സംവത്സരത്തിന് മുമ്പേ എന്നൊക്കെ പറയുമ്പോൾ പല ബൈബിൾ പണ്ഡിതന്മാരുടെ ഇടയിൽ പല ചിന്തകളുണ്ട്. മാനസാന്തരത്തിൻ്റെ സമയത്തിലാണോ അതോ പിന്നീട് കല്ലേറുണ്ടായ സമയത്തിലാണോ എന്ന് പല സമയങ്ങളുണ്ട്. സിറിയ, കിലിക്കിയ ദേശങ്ങളിലേക്ക് യാത്ര ചെയ്തിരുന്നു. യെരുശലേമിലെ 2-ാം സന്ദർശനം നടത്തിയിരുന്നു. അതുപോലെ കൈസരിയിൽ നിന്ന് തർസോസിലേക്ക് പോയ സമയമുണ്ടായിരുന്നു. ബർന്നബാസിനെ തന്നെ തർസോസിൽ നിന്ന് അന്ത്യോക്യയിലേക്ക് കൊണ്ടുവരുന്നതിന് പോയി. ഇങ്ങനെയുള്ള പല സമയങ്ങളിലുണ്ട്. എന്നാലും ഒരു കാര്യം ഉറപ്പാണ്, 14 സംവത്സരത്തിന് മുമ്പ് ഈ പൗലോസ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് നമ്മൾ ചിന്തിക്കുക. അത് താൻ ഏകനായിരിക്കുമ്പോഴായിരിക്കും അത് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുക. അത് വേറെ ആരും കൂടെ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ അവർ സാക്ഷി പറയുമായിരുന്നല്ലോ, അങ്ങനെ എടുക്കപ്പെട്ട അല്ലെങ്കിൽ ഇങ്ങനൊരു ഒരു സ്റ്റേജിലേക്ക് വന്നു എന്നുണ്ടെങ്കിൽ അവർ പറയുമായിരുന്നു. എന്തായാലും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട സ്വർഗീയമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് പൗലോസ് ഇവിടെ ക്ലെയിം ചെയ്യാം. ശരീരത്തോട് പോയോ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയോ എന്നത് ഇവിടെ ഒരു പ്രധാന വിഷയമല്ല. എന്നാൽ കാരണം എന്ന് വെച്ചാൽ ജഡരക്തങ്ങൾ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്നുള്ള വെളിച്ചത്തിൽ നമുക്ക് ചിന്തിക്കാം, മർത്തി ശരീരം ഇവിടെ ഇട്ടിട്ട് തന്നെയാണ് പോയത്. ഒരു ട്രാൻസ്ഫോമിലോ ഒക്കെ ആയിരിക്കാം, നമുക്കറിയത്തില്ല. സ്വർഗത്തിലേക്ക് പോയ ആത്മാവ് സന്ദർശനം കഴിഞ്ഞ് മടങ്ങി ദേഹിയിൽ വന്നിട്ടുള്ള എക്സാമ്പിൾസൊക്കെ ഉണ്ട്. ഈ ലോകത്തിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ശരീരം വിട്ടിട്ട് ആത്മാവ് കർത്താവിനോട് കൂടെ ഇരിക്കുന്ന അതും ഒരു അത്ഭുതമല്ല. കാരണം ഏതായാലും താൻ സ്വർഗത്തിലേക്ക് പോയി ചില കാഴ്ചകളൊക്കെ കണ്ടു എന്നുള്ളത് സ്പഷ്ടമാണ്. ഈ 3-ാം സ്വർഗം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഈ സ്വർഗത്തെക്കുറിച്ചൊക്കെ നേരത്തെ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്തെല്ലാം ഉണ്ടത് 3-ാം സ്വർഗം എന്ന്. ഈ പിന്നെ പർദീസ എന്നും 3-ാം സ്വർഗം എന്നൊക്കെ പറയുന്നതൊക്കെ ഒരേ ഒരു സ്ഥലം തന്നെയാണ്. തിരുവഴുത്തിൽ 3 സ്വർഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അന്തരീക്ഷം, ആകാശവിധാനം, മേഘമണ്ഡലം എന്നൊക്കെ പറയുന്നത് അതെല്ലാം സ്വർഗത്തിൻ്റെ കാര്യമാണ്. അത് ഒന്നാമത്തെയാണ് 1-ാം സ്വർഗം എന്നൊക്കെ പറയുന്നത്, ഈ മേഘമണ്ഡലം എന്നൊക്കെ പറയുന്നത്. 2ാമത് നക്ഷത്രമണ്ഡലം, സൂര്യചന്ദ്രാദി ഗോളങ്ങൾ സ്ഥിതി ചെയ്യുന്ന വിസ്തൃത ഭാഗം. ഇതും
ഒരു രണ്ടാം സ്വർഗം എന്നൊക്കെ പറയുന്നുണ്ട്. മൂന്നാം സ്വർഗമാണ് സ്വർഗാതി സ്വർഗം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ മണ്ഡലത്തിലും നക്ഷത്ര മണ്ഡലത്തിലും ഒക്കെ മീതെയുള്ള സ്വർഗം. ഒരു ഉയർത്തെഴുന്നേറ്റ് തേജസ്കരിക്കപ്പെട്ട നമ്മുടെ കർത്താവ് സ്വർഗങ്ങൾ കൂടി കടന്നുപോയി സ്വർഗാതി സ്വർഗത്തിന് മീതെ കയറി. എഫേസ്യർ 4 വാക്യങ്ങളാണ്. സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നുവെന്നും വായിക്കും. ഇതെല്ലാം ബൈബിളിലുള്ള പല റെഫറൻസുകളിൽ കൂടെ പറയുന്നതാണ്. നക്ഷത്ര മണ്ഡലം എന്നൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ പിശാച് ഉണ്ടെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്തായാലും പർദീസ എന്ന് പറയുന്ന ഈ മൂന്നാം സ്വർഗമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ യേശുക്രിസ്തു പറഞ്ഞൊരു ഇൻസിഡൻ്റ് ഉണ്ടല്ലോ, ലാസറിൻ്റെയും ധനവാൻ്റെയും ഓമ. അതിൽ പർദീസ ഉണ്ട്. അതുപോലെ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലും പർദീസയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അന്നേരം അവിടെ കർത്താവിൻ്റെ ഒരിക്കലാണ് കടന്നു പോകാനായിട്ട് ചിന്തിച്ചത്. അവിടെ ആയിരിക്കും കടന്നു പോയത്. എന്തായാലും ഈ 3 സ്വർഗങ്ങളും ദൈവം ആദിയിൽ തന്നെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അവിടെ സൃഷ്ടിപ്പിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നറിയാം. എന്നാൽ അവിടെ എടുക്കപ്പെട്ടു എന്നാണ് പറഞ്ഞ്, എടുക്കപ്പെട്ടു എന്നൊരു വേർഡാണ് യൂസ് ചെയ്യുന്നത്. ഈ എടുക്കപ്പെട്ടു എന്ന് പറയുന്നത് വീണ്ടും വരുന്നുണ്ട്. എവിടെ റപ്ചറിൻ്റെ സമയത്ത് എടുക്കപ്പെടുന്നൊരു കാര്യമുണ്ട്, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അങ്ങനെ എടുക്കപ്പെട്ടതായിരിക്കാം, നമുക്കറിയത്തില്ല. അതുപോലെ ആവത്തില്ല, കാരണം ശരീരം ഇവിടെ ആണല്ലോ. അന്ന് റപ്ചറിൻ്റെ ട്രാൻസ്ഫോംഡ് ബോഡീസ് ആണല്ലോ. അന്നേരം ഇത് പർദീസയോളം എടുക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഓക്കെ, 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മനുഷ്യന് ഉച്ചരിപ്പാനും പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ ഞാൻ കേട്ടു. മനുഷ്യന് വർണ്ണിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ പോലും അത് പറയാൻ അനുവാദമില്ലാത്തത്. കോരിന്തിലെ സഭയ്ക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള സഭകൾക്കും അതിൻ്റെ ആവശ്യമില്ലായിരുന്നിരിക്കാം. പൗലോസ് കണ്ട വെളിപ്പാടുകൾ മുഴുവൻ നമുക്ക് തന്നിട്ടില്ല എന്നുള്ളൊരു സത്യമാണ്, അല്ലേ? ഇതിൽ നിന്ന് അതല്ലേ മനസ്സിലാക്കണ്ടേ? പൗലോസ് സ്വർഗത്തിൽ പോയി കണ്ട വെളിപ്പാടുകൾ മുഴുവൻ നമുക്ക് തന്നിട്ടില്ല. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ബൈബിളിൽ തന്നിട്ടുണ്ട്. അന്നേരം നമ്മൾ വിചാരിച്ചാലും കുറേ വെളിപ്പാടുകൾ കാണാൻ പറ്റുമല്ലോ എന്ന് ചിന്തിച്ചാൽ കാണാം. ആർക്കെങ്കിലും അതിനകത്ത് സംശയമുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്ത് വെളിപ്പാടുകൾ തീർന്നു പോയി, ഇനി വെളിപ്പാടില്ലെന്ന്. എന്നാൽ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴേ ദൈവം ഒരുപാട് വെളിപ്പാടുകളും ദർശനങ്ങളും എല്ലാ മക്കൾക്കും തരും. ഇവിടെ പൗലോസ് കൊടുത്തിരിക്കുന്ന ഈ പൗലോസിന് കിട്ടിയ വെളിപ്പാട് നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. അതിന് ഈ വെളിപ്പാടുകളെ കുറിച്ചാണ് ഇവിടെ പൗലോസ് പ്രശംസിക്കുന്നത്. അതിന് പ്രശംസിക്കാനായിട്ട് വിചാരിച്ചാൽ ഞാൻ മൂഢനാകുകയല്ല, സത്യമല്ലോ പറയുന്നത്. പൗലോസ് പ്രസംഗിക്കുകയാണ് വെളിപ്പാട്. അവന് ഒരുപാട് വെളിപ്പാടായി, കാരണം യേശുക്രിസ്തു നേരിട്ട് വന്നു. വീണ്ടും പൗലോസ് ഈ ടൈമിലൊക്കെ സ്വർഗത്തിൽ നടക്കുന്ന പല കാര്യങ്ങൾ കണ്ടു. ഇതെല്ലാം കിട്ടിയിട്ട് ഈ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ, എന്ന് വെച്ചാൽ വെളിപ്പാടിൻ്റെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കാൻ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജഡത്തിലെ എ തോൺ ഇൻ ദ ഫ്ലഷ്, ജഡത്തിലൊരു മുള്ള് തന്നിരിക്കുന്നു എന്ന് വെച്ചാൽ വേദനാജനകവും പ്രകോപനവുമായ നിലയിൽ ശരീരത്തിലെ ഒരു കഷ്ടത, അല്ലേ? ശരീരത്തിലൊരു കഷ്ടത. എന്നിട്ട് ഈ ശരീരത്തിലൊരു കഷ്ടതയ്ക്ക് ഇങ്ങനെ വേറൊരു ഡെഫിനിഷൻ കൂടി പുള്ളി പറയുന്നുണ്ട്. ദൈവം നൽകി എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്, ഞാൻ നിഗളിച്ചു പോയിരിക്കാൻ എന്നെ കുത്തുവാൻ ഒരു സാത്താൻ്റെ ദൂതനെ തന്നു. അപ്പോഴത് വേറൊരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം തന്നെ. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഇതുവരെ ഞാൻ പറഞ്ഞു വന്നത്. സാത്താൻ്റെ ദൂതൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ദൈവം ഒരു സാത്താനെ അയച്ചു, അതിൻ്റെ ഏജന്റ് ദൈവമാണ് എന്നൊന്നുമല്ല മനസ്സിലാക്കേണ്ടത്. സാത്താൻ്റെ, ലൂസിഫറിൻ്റെ താഴെയുള്ള ഡീമൺസും അല്ല അധികാരങ്ങളുള്ള ഡീമൺസും ഉണ്ട്. അവൻ
പല കാര്യങ്ങൾ ചെയ്യും. എന്നാൽ സാത്താനെ ചില കാര്യങ്ങൾ ദൈവം അനുവദിക്കാറുണ്ട് ചെയ്യാൻ. സാത്താനും ദൈവത്തിൻ്റെ പരമാധികാരത്തിൻ്റെ കീഴിലാണ്. ദൈവിക അനുവാദം കൂടാതെ നമ്മെ ഉപദ്രവിക്കാൻ സാധ്യമല്ല, സാത്താന് സാധ്യമല്ല. ഇയ്യോബിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം. ഇയ്യോബ് 1-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 12 വരെ സാത്താൻ പെർമിഷൻ എടുത്തിട്ടാണ് ഇയ്യോബിനെ ആക്രമിക്കാൻ പോയത്. അതുകൊണ്ട് എല്ലാവരെയും അതിശയിപ്പിക്കുന്ന വെളിപ്പാടുകൾ ലഭിച്ചതിലുണ്ടാകുന്ന നിഗളത്തിൽ നിന്ന് ഈ വേദനാജനകമായ ശോധന മൂലം താൻ വിമുക്തനായി താഴ്മയുള്ളവനായി അവനെ സൂക്ഷിക്കേണ്ടത് ദൈവഹിതമായിരുന്നു. അഹങ്കാരമാകുന്ന കള എത്ര ആഴത്തിൽ മുറിച്ചു മാറ്റിയാലും വീണ്ടും തല ഉയർത്തും എന്നൊരു ചിന്തയാണ് വരുന്നത്. നമ്മുടെ ബലഹീനം മനസ്സിലാക്കി ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാനാണ് ദൈവം ഇങ്ങനെ ശൂലം തരുന്നത് എന്ന് നമ്മൾ ഓർക്കുക. ഈ ശൂലത്തെക്കുറിച്ച് അനവധി വ്യാഖ്യാനങ്ങളുണ്ട്. ചെവിയിലോ തലയിലോ ഉള്ള വേദനയെന്ന് പറഞ്ഞ് ഒരാൾ പറയുന്നുണ്ട്. അപസ്മാരമാണ്, ചുഴലി രോഗം ആണെന്ന് വേറൊരാൾ പറയുന്നുണ്ട്. നേത്രരോഗമാണെന്ന് പറയുന്നുണ്ട്. മലേറിയ ആണെന്ന് പറയുന്നുണ്ട്. തുടർച്ചയായ പീഡനം മൂലമുണ്ടായ വേദനയാണെന്ന് പറയുന്നുണ്ട്. പൊതുവായുള്ള ക്ഷീണാവസ്ഥയാണെന്ന് പറയുന്നുണ്ട്. തൻ്റെ യഹൂദ സഹോദരന്മാരുടെ അവിശ്വാസം മൂലമുള്ള പ്രാണവേദന എന്ന് പറയുന്നുണ്ട്. സഭകളെ പീഡിപ്പിച്ച് വേദനിപ്പിക്കുന്നതിൻ്റെ ഓർമ്മയെന്ന് പറയുന്നുണ്ട്. അതിങ്ങനെ ഒരുപാട് വിവിധമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതെന്താണെന്ന് ശരിക്ക് ആർക്കും അറിയത്തില്ല. ജഡത്തിലൊരു ശൂലമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഈ മുള്ള് ആത്മീയമോ മാനസികമോ ആയ ആകുലതയൊന്നുമല്ല, അത് ജഡത്തിൽ എന്ന് ഊന്നി പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ ബോഡിയിൽ. അന്നേരം സാധാരണ പറയുന്ന ശോധനകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ മുള്ള്. തൻ്റെ കഷ്ടാനുഭവങ്ങളും മുള്ളും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് വരികയും പോവുകയും ചെയ്യുമ്പോൾ ഇത് സ്ഥിരമായിരിക്കുന്നു, തുടർമാനമായി അവനെ കുത്തിക്കൊണ്ടിരിക്കും. വിടുതൽ കിട്ടിയതുമല്ല. അപ്പോഴൊരു കാര്യം ഇതിനകത്ത് ഓർക്കുക, പൗലോസ് ഒരുപാട് കഷ്ടങ്ങൾ കൂടി കടന്നു പോയിട്ടുണ്ട് സുവിശേഷത്തിന് വേണ്ടി. അതിൽ നിന്ന് വിടുതലും കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഇത് സ്ഥിരമായി കുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 8-ാം വാക്യത്തിൽ അത് വിട്ടുപോകേണ്ടതിന് 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അത് ദൈവം തന്നതായതുകൊണ്ട് അത് മാറിക്കിട്ടുവാനും ദൈവത്തോട് അപേക്ഷിച്ചു. പലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു രോഗസൗഖ്യം വരുത്തിയിട്ടുണ്ട്. പലരോടും മരിച്ചവരെ ഉയർപ്പിച്ചവൻ. ഇതിനായി 3 വട്ടം പ്രാർത്ഥിച്ചിട്ടും ആശ്വാസം ലഭിച്ചില്ല. 3-ാം വട്ടം പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. കർത്താവിനെ മാതൃകയാക്കുക. ഇത് മറുപടി ലഭിക്കാത്ത പ്രാർത്ഥന വലിയൊരു പ്രശ്നമാണ്. കനാൻ നാട്ടിൽ പ്രവേശിക്കാനുള്ള മോശയുടെ പ്രാർത്ഥന നിരസിക്കപ്പെട്ടു. എന്നാൽ അതിൻ്റെ കാരണവും ദൈവം വെളിപ്പെടുത്തി. മരിക്കാനുള്ള ഏലിയാവിൻ്റെ പ്രാർത്ഥനയും ദൈവം നിഷേധിച്ചു. എന്നാൽ മരിച്ചില്ലെന്ന് മാത്രമല്ല, ജീവനോട് സ്വർഗത്തിൽ എടുക്കപ്പെടുകയും ചെയ്തു. ചിലപ്പോൾ മറുപടി താമസിക്കും. പൗലോസിൻ്റെ കാര്യത്തിൽ എന്ന പോലെ പ്രതീക്ഷിക്കാത്ത മറുപടി ലഭിക്കും. ചിലപ്പോൾ നമ്മുടെ അപേക്ഷ ദൈവനാമത്തിന് അല്ലാത്തതുകൊണ്ട് മറുപടി ലഭിക്കാതിരിക്കും. ഇതും ദൈവകരുണയാണ്. എന്നാൽ ഇവിടെ അവൻ്റെ പ്രാർത്ഥന കേട്ടു, പക്ഷെ മറുപടി താൻ പ്രതീക്ഷിച്ച പോലെ ആയില്ല. അവൻ എന്നോട് പറഞ്ഞു, എന്താണ്? എൻ്റെ കൃപ നിനക്ക് മതി. ഓരോ വിശ്വാസിയുടെയും കരതലത്തിൽ എഴുതേണ്ട ഒരു വാക്യമാണ്. സാത്താൻ്റെ ദൂതൻ്റെ കുത്തും മുള്ളിൻ്റെ മുറിപ്പെടുത്തലും സഹിക്കുന്നതിന് അവനെ ശക്തീകരിക്കുന്ന ദൈവകൃപ അവന് സമൃദ്ധിയായി ലഭിക്കുമെന്ന് അവനെ മനസ്സിലായി. നമുക്ക് ദൈവകൃപയുണ്ടെങ്കിൽ എല്ലാമുണ്ട്. പലപ്പോഴും അവനോട് സംസാരിച്ചിട്ടുള്ള കർത്താവ് ഇപ്പോഴും അവനോട് സംസാരിച്ചു. ഇപ്പോഴത്തെ സന്ദേശത്തിൽ 2 കാര്യം ഉൾക്കൊള്ളുന്നു. ഒന്ന്, ശോധന സഹിക്കാനുള്ള മതിയായ ദൈവകൃപയുടെ വാഗ്ദാനം. ദൈവകൃപ അവൻ്റെ ഈ പ്രയാസത്തിൽ നിന്ന് അത് തിന്മ നീങ്ങേണ്ട ആവശ്യമില്ല. അവൻ്റെ ബലഹീനത അവനിൽ ദൈവശക്തി പൂർണ്ണമാക്കുവാൻ ദൈവത്തെ അനുവദിക്കും. ആ രോഗം മാറാതിരിക്കുന്ന അവന് അത്ര പ്രയോജനപ്രദമാണെന്ന് അവന് മനസ്സിലായി. ദൈവിക ശക്തിയുടെ സാന്ദർഭിക സന്ദർശനമല്ല, പിന്നെ ജീവിതകാലം മുഴുവൻ ശാശ്വതമായ അധിവാസമായിരിക്കുന്ന വാഗ്ദത്തം. വേറെ രീതിയിൽ പറഞ്ഞാൽ, സമാഗമന കൂടാരത്തിൻ കൃപാസനത്തിന്മേൽ ഷഖേന ആവസിച്ചതുപോലെ
ദൈവത്തിൻ്റെ കൃപ സകലത്തിലും മതിയാണ്, ശാരീരിക ക്ഷീണത്തിലും മതിയാണ് എന്നുള്ള ഒരു ആവാസം, ദൈവത്തിൻ്റെ ശക്തിയുടെ ഒരു ആവാസം അവൻ്റെ ജീവിതത്തിലുണ്ടാകും. ഇത്തിരി കാര്യങ്ങൾ ഇത് നമ്മളെ പഠിപ്പിക്കുകയാണ്. 2-3 കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഒരു വിശ്വാസി, അപ്പോസ്തലനായാലും നല്ല വിശ്വാസിയായാലും സ്ട്രോങ് വിശ്വാസിയായാലും അനേകം വർഷങ്ങളുള്ള വിശ്വാസിയായാലും പിശാച് അവൻ്റെ പുറകെ ഉണ്ട്, അവനെ കുത്തും എന്ന് മറന്നു പോകരുത്. അവനെ പിശാചിന് അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, വീഴുന്നവൻ നിൽക്കുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചോളട്ടെ. അതിനുള്ള എല്ലാ സാധ്യതയുണ്ട്. രണ്ടാമത്, രോഗങ്ങൾ വരുന്നത് പൈശാചികമാണോ എന്നുള്ളൊരു ചോദ്യത്തിന് ഇവിടെ ഒരു ഉത്തരം പറയുന്നത് യെസ് ആണ്. യേശുക്രിസ്തു കുരുടനെ സൗഖ്യമാക്കിയപ്പോഴേ അവൻ്റെ ശിഷ്യന്മാർ ചോദിച്ചു, അവൻ്റെ അപ്പൻ പാപം ചെയ്താണോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചു. അത് യേശു പറഞ്ഞു ദൈവത്തിൻ്റെ വെളിപ്പെടാനായിട്ടാണ്. അത് ഇത് പറഞ്ഞതുകൊണ്ട് നമ്മളിതൊരു കോമൺ ഒരു പോയിൻ്റാക്കി അങ്ങ് എടുത്തു. രോഗങ്ങളെല്ലാം വരുന്നത് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനും അല്ലെങ്കിൽ അവൻ്റെ പ്രവൃത്തി വെളിപ്പെടാനും ഒക്കെയാണ്. ചില സമയങ്ങളിൽ അതൊക്കെ ശരിയായിരിക്കാം. എന്നാൽ ദൈവം മനുഷ്യന് രോഗവും പ്രയാസവും ഒന്നും കൊടുക്കത്തില്ല. ദൈവത്തിന് കൊടുക്കാൻ നന്മയല്ലാതെ തിന്മയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. തിന്മ കൊടുക്കാനായിട്ട് വേറൊരാളിനെ അവിടെ വെച്ചിട്ടുണ്ട്. അതാണ് പിശാച്. പിശാച് വന്നത് കൊടുത്തോളും, ദൈവം ഒന്ന് പെർമിറ്റ് ചെയ്താൽ മതി. ദൈവത്തിൽ നിന്ന് പെർമിഷൻ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതങ്ങളിലൊക്കെ പല ഗേറ്റ്വേകളും തുറന്നു കൊടുത്തിരിക്കുക അവൻ ഉപദ്രവിക്കാനായിട്ട്. അവൻ വന്ന് ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പിശാച് വന്ന് കുത്തി അല്ലെങ്കിൽ ജഡത്തിലൊരു ശൂലം തരുമ്പോഴേ അത് ദൈവം തന്ന ശൂലമാണെന്ന് നമ്മൾ ഒരിക്കലും പറയരുത്. ദൈവത്തോട് പറഞ്ഞു, ദൈവം പറഞ്ഞു എൻ്റെ കൃപ നിനക്ക് മതി. നമുക്കറിയാം 40 വയസ്സിൽ ദേഹം മുഴുവൻ ക്യാൻസർ, ഉള്ളിലൊക്കെ ക്യാൻസർ സ്പ്രെഡ് ചെയ്തവർ 80ഉം 90ഉം വയസ്സ് വരെ ആ ക്യാൻസറും വെച്ചുകൊണ്ട് ജീവിച്ച് മരിച്ച കഥകൾ നമുക്കറിയാം. അതെങ്ങനെയാണ്? മരിച്ചു പോകേണ്ടതല്ലായിരുന്നു. മെഡിക്കൽ സയൻസ് പറഞ്ഞു ഇനി അവൻ 1 മാസമേ ജീവിക്കുകയുള്ളൂ, 6 മാസമേ ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ 10ഉം 15ഉം വർഷം ജീവിച്ച കഥകളൊക്കെ നമുക്കറിയാം, സംഭവങ്ങൾ. അതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഹാർട്ടിന് പ്രോബ്ലം ഉള്ളവരും പ്രയാസങ്ങളുള്ളവരും അനേകം വർഷങ്ങൾ പിന്നെയും ജീവിച്ചു, അതുമായിട്ട് ജീവിച്ചതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ ഓവർ റൂൾ ചെയ്യുമ്പോഴേ ആയുസ് എടുക്കാനായിട്ട് ഉടയവന് മാത്രമേ പെർമിഷനുള്ളൂ, പിശാചിന് പെർമിഷനൊന്നുമില്ല. ആയുസ് തന്ന ദൈവമാണെങ്കിൽ അവന് മാത്രമേ ഇത് എടുക്കാൻ പറ്റൂ. അതുകൊണ്ട് പിശാച് വരാം, രോഗങ്ങൾ തരാം. അതുകൊണ്ട് ദൈവം തന്ന രോഗമാണെന്നൊന്നും പറയണ്ട, ദൈവം രോഗമൊന്നും തരത്തില്ല. പിന്നെ ദൈവം തരത്തില്ലെങ്കിൽ പിന്നെ ആരാ തരുന്നതെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. എന്നോട് എതിരുള്ളവർ ആ കമൻറ്റ് ബോക്സിൽ ഇടുക, അല്ല ദൈവം രോഗം തരും എന്ന് പറഞ്ഞിടുക, അതിന് തെളിവ് തരിക. അല്ലെങ്കിൽ പിശാച് അല്ലാതെ രോഗം തരും എന്ന് പറയുന്നെങ്കിൽ അതിനും തെളിവ് തരിക, ബൈബിളിൽ നിന്നുള്ള തെളിവ് തരിക. ഞാൻ പറയുന്നു ദൈവം മനുഷ്യന് രോഗം തരാനായിട്ടിരിക്കുന്ന ദൈവമല്ല. അത് പിശാചിനെ പെർമിറ്റ് ചെയ്യുന്നുണ്ട് രോഗങ്ങൾ തരാനായിട്ട്. ആ രോഗങ്ങൾ തരുന്നിടത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് ബാലശിക്ഷയായിരിക്കാം, ബാലശിക്ഷ തരാം നമ്മളെ ട്രെയിൻ ചെയ്യാനായിട്ട്, അതിൽ നിന്ന് വിടുവിക്കും. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മിഷനൊന്നും ഈ രോഗം കൊണ്ടൊന്നും അവസാനിക്കത്തില്ല. ഈ രോഗം നമ്മൾ തന്നുകൊണ്ട് ദൈവത്തിൻ്റെ മിഷൻ അവസാനിക്കുന്നില്ല. അവൻ്റെ അടിപ്പിണരുകൾ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സൗഖ്യം വന്നിരിക്കും. ഇത് മാത്രമല്ല, നമ്മൾ സ്പിരിച്വൽ വേൾഡിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഈ രോഗം ഭൂമിയിലേക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് സ്പിരിച്വൽ റലത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ക്ലിയർ ആയിട്ട് പറയാം. അപ്പോഴും നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ രോഗം വരുന്നതെന്ന്, എങ്ങനെയാണ് ഈ ഡയബറ്റിസ് വരുന്നതെന്ന്, എങ്ങനെയാണ് ഈ പ്രഷർ വരുന്നതെന്ന്, എങ്ങനെയാണ് ഈ ഹാർട്ടിൻ്റെ പ്രശ്നം വരുന്നതെന്ന്, ഇത് എവിടെയാണ് എക്സിക്യൂഷൻ നടക്കുന്നതെന്ന് പറഞ്ഞുതരാം. അടുത്ത സീരീസ് ഓഫ് എപ്പിസോഡ് നിങ്ങൾ കാണും, എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. സ്പിരിച്വൽ വേൾഡിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന, സ്പിരിച്വൽ തലത്തിൽ നിങ്ങളുടെ ജീവിതം കൊണ്ട് ചെയ്യുന്ന ചില പ്രോബ്ലം കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ എൻ്റെ പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്നവരെ, പിശാച് സന്തതസചാരിയായി നിങ്ങളോട് കൂടെ ഉണ്ടാവും, നമ്മളോടൊക്കെ ഉണ്ട്. കാരണം അവൻ്റെ മെയിൻ ഉദ്ദേശം എങ്ങനെയെങ്കിലും അറക്കുകയും മുടിക്കുകയും ചെയ്യണം.
എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ശക്തിയും അവൻ നമ്മളോട് വസിക്കുന്ന അവൻ്റെ ശക്തിയും കൊണ്ടാണ് നമ്മളിതെല്ലാം രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ഈ നാളുകൾ ദൈവത്തിൻ്റെ അമീത ശക്തി, ബലം നമ്മളിലേക്ക് വരട്ടെ. ഈ ഒരു വാക്കാണ് നമുക്ക് കേൾക്കേണ്ടത്. എൻ്റെ കൃപ നിനക്ക് മതി എന്നുള്ള വാക്ക്. ഏതൊക്കെ രീതിയിലുള്ള പ്രയാസങ്ങളോ വേദനയാലും ആ മുള്ളു വഹിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ മതി. ഭാരപ്പെട്ട ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ശരീരത്തിലെ ശക്തി വാർന്നൊലിച്ചു പോകുന്ന സമയങ്ങളിൽ ഒരിക്കലും ചിന്തിക്കാത്ത, മനസ്സിൽ ചിന്തിക്കാത്ത കാര്യങ്ങൾ പോലും ഉള്ളിലേക്ക് കടന്നു വരുന്ന സമയങ്ങളിൽ നമ്മളെ ടോട്ടലായിട്ട് ഡീഗ്രേഡ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിൽ ഷ്രിങ്ക് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക, നമ്മൾ ആ പ്രശ്നത്തെ നോക്കുകയല്ല, നിന്റെ കൃപ എനിക്ക് മതി. അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, അപമാനം, ഞെരുക്കം, പീഡനങ്ങൾ, വിപത്തുകൾ എന്ത് വേണമെങ്കിലും സഹിക്കാൻ ആ കഷ്ടതയിൽ നിന്ന് വിടുതൽ ലഭിക്കുമ്പോഴാണ് നാം സന്തോഷിക്കുന്നത്. ദൈവത്തിൻ്റെ പാഠശാലയിൽ പഠിച്ചതുകൊണ്ട് കഷ്ടാനുഭവങ്ങൾ ഇല്ലാതിരിക്കുന്നുവെങ്കിൽ ഞാൻ ദരിദ്രനാണെന്ന് മനസ്സിലാക്കി തൻ്റെ ശൂലത്തിൽ മാത്രമല്ല ബലഹീനതകളിലും ഈ പൗലോസ് പ്രശംസിക്കുന്നതായിട്ട് കാണുന്നു. 9-ാം വാക്യത്തിൽ അതുകൊണ്ട് കർത്താവിന് വേണ്ടി സകലതും ഏറ്റെടുക്കുന്നു എന്ന് 10-ാം വാക്യത്തിൽ പറയുന്നു. യേശു ക്രിസ്തു മാതൃക തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. കഷ്ടതയിൽ കൂടി പൂർണ്ണത പ്രാപിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലെ 3-ാം അധ്യായത്തിലെ യേശു ക്രിസ്തു ഞാൻ കഷ്ടതയിൽ കൂടി കഷ്ടത ഉള്ളിടത്ത് അവിടെ ഒരു ട്രെയിനിങ് ഉണ്ട്, ഒരു അതോറിറ്റി ഉണ്ട്. നമുക്ക് വലിയൊരു അതോറിറ്റി തരുവാണ് ആ കഷ്ടത കഴിയുമ്പോൾ. ഇതെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ സീരിയസ് ആയിട്ട് ചിന്തിക്കാം. മനുഷ്യന് എന്താണ് രോഗം വരുന്നത്, മനുഷ്യൻ എങ്ങനെയാണ് കഷ്ടത വരുന്നത്, അവനെക്കുറിച്ച് എന്താണ് ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഇതെല്ലാം നമുക്ക് അറിയേണ്ടതായിട്ട് ആവശ്യമുണ്ട്. പൗലോസിനത് 3-ാം സ്വർഗത്തോളം പോയി അറിഞ്ഞു. നിങ്ങൾക്കും എനിക്കൊന്നും അറിയത്തില്ല, പൗലോസ് എഴുതിയിട്ട് പോലുമില്ല. നമുക്കിപ്പോൾ എഴുതപ്പെട്ട ദൈവവചനത്തിൽ നിന്ന് മാത്രമാണ് കിട്ടുന്നത്. എന്നാൽ ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. വൈ ദിസ് ഈസ് അത് നമ്മളല്ല, അത് ദൈവത്തിൻ്റെ ആഴത്തിലേക്ക് ചെല്ലുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ഈ നാളുകളിൽ അതാണ് ആവശ്യം. പിശാചിൻ്റെ പ്രവൃത്തി ലോകത്തിലേക്ക് വർദ്ധിച്ചു വരുമ്പോഴേ ദൈവത്തിൻ്റെ പാഠശാലയിലിരുന്ന് പഠിച്ച് അവൻ്റെ ആഴത്തിലേക്ക് ചെല്ലുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളത് കണ്ടുകൊണ്ടിരുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായിട്ട് കോരിന്ത്യർക്ക് എഴുതിയ ലേഖനം ഞങ്ങൾ പഠിക്കുകയായിരുന്നു. ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചല്ലോ. ഈ അറിവ് ചീർപ്പിച്ചാൽ മാത്രം പോരാ, ജീവിതത്തിൽ അത് പ്രാവർത്തികമാകുകയും ഞങ്ങൾ ഓരോ പടി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് കർത്താവിനെ, അവൻ്റെ ശോഭ ഞങ്ങളുടെ മുഖത്തിലേക്ക് വന്ന് നിൻ്റെ പ്രതിബിംബങ്ങളായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവാനായിട്ട് നീ ഞങ്ങളെ വിളിച്ചിരിക്കുകയാണല്ലോ. നിൻ്റെ ആ വലിയ ഗ്ലോറി, മഹത്വം റേഡിയേറ്റ് ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ ഇടവരുത്തണമേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മൂലെ കുത്തിയിരിക്കുന്നവരല്ല കർത്താവേ, മൂടുപടപ്പെട്ടിരിക്കുന്നവരല്ല കർത്താവേ, നിൻ്റെ അംബാസിഡേഴ്സായിട്ട് പുതിയ സൃഷ്ടിയായി ഞങ്ങൾ കർത്താവെ കാണിച്ചു കൊടുക്കുവാനായിട്ട് നിരപ്പിൻ്റെ ശുശ്രൂഷ ഫലമേൽപ്പിച്ച് ഞങ്ങളെ വിട്ടിരിക്കുകയാണല്ലോ. ഒരിക്കൽ നീ കണക്ക് ബോധിപ്പിക്കുന്ന സമയത്ത് നിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോഴേ ത്രോ എവേ ആയിരിക്കാനായിട്ട് ഒരിക്കലും നീ അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ കാസ്റ്റവേ ആവാനായിട്ട് ഒരിക്കലും പാടില്ല എന്ന് ചിന്തിച്ച് ദൈവസന്നിധിയിൽ വിശുദ്ധിയോടുകൂടി ഹല്ലേലൂയ സകല കന്മഷവും മാറ്റി, ജഡത്തിലെ ആത്മാവിലെ സകല കന്മഷവും മാറ്റി, നീ ഞങ്ങളോട് വസിക്കുന്ന ദൈവമാണ്, നീ ഞങ്ങളോട് റിലേഷൻഷിപ്പുള്ള ദൈവമാണ്, നീ ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്, ഞങ്ങൾ നിൻ്റെ മക്കളാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്നോട് ചേർന്നുള്ള പ്രോമിസിൽ മുറുകെ പിടിച്ച് ജീവിപ്പാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ, ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെറിയ താൽക്കാലികമായ സെറ്റ് ബാക്കുകളൊക്കെ വരും ജീവിതത്തിൽ, അവിടെയൊക്കെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞ് ഞങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവമായിട്ട് സ്തോത്രം. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. തുടർമാനമായിട്ട് കർത്താവെ, ഇത് കർത്താവെ കാണുവാനായിട്ടുള്ള കൃപ തരികയും തുടർമാനമായിട്ട് പോകാനും ഇത് മുമ്പോട്ട് പോകാനായിട്ട് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട ഓർത്ത സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. നമ്മൾ കോരിന്ത്യൻസ് സ്റ്റഡി ഇവിടെ തീരുകയാണ്. നമ്മളിനി അടുത്ത എപ്പിസോഡുകളിലെ സ്പിരിച്വൽ വേൾഡിനെ കുറിച്ചുള്ള ചിന്തകളാണ്. ഈ സ്പിരിച്വൽ വേൾഡിനെ കുറിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും ബൈബിളിൽ വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. പലതും പല ദർശനങ്ങൾ കൂടിയൊക്കെ ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങളിത് ശ്രദ്ധിക്കുക.
നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ഇത് കാണുക. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണം, ഈ മിനിസ്ട്രിയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനൽ കൂടാതെ തന്നെ നോർത്ത് ഇന്ത്യയിലെ 6-7 സ്റ്റേറ്റുകളിലായിട്ട് പാസ്റ്റേഴ്സും അതുപോലെ അവിടെ പ്രവർത്തിക്കുന്ന വലിയ ടീമുകളുണ്ട്. അവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. അതുപോലെ നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ അയച്ചു തന്നാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ കൗൺസിലിങ്, ഫോൺ കോൾ എല്ലാം തന്നെ രാത്രി 10 മണിക്ക് ശേഷം വിളിക്കണമേ എന്ന് വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.